ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള മൺപാത്രങ്ങൾ എങ്ങനെ നമുക്ക് വേഗത്തിൽ മയപ്പെടുത്തി എടുക്കാന്നുള്ള വീഡിയോ കൊണ്ടാണ്. ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചൊരു കുടമാണ് കേട്ടോ. നമ്മളുടെ പുട്ടുകുടമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൺപാത്രമാണ്. അപ്പോൾ നമുക്കത് വേഗത്തിൽ എങ്ങനെ നല്ല രീതിയിൽ സീസൺ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മളുടെ മൺപാത്രങ്ങൾ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ 3-4 രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഞാനിത് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചൊരു കുടമാണ് കേട്ടോ. നല്ലതാണ്. നമ്മളുടെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ടേസ്റ്റായിരുന്നു. പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി, നല്ല രുചിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ അലുമിനിയം പാത്രങ്ങളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്കിതുപോലെ ഈ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടി. ഇതാണ് അതിനകത്തെ ചില്ലും മണ്ണിൻ്റെ തന്നെയാണ്. നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ നോക്കി വാങ്ങിച്ചാൽ മതി. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളത് ഇപ്പോൾ ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതാക്കണ്ടോ, ഇതുപോലെ നമുക്ക് ചില്ലൊക്കെ ഇട്ടിട്ട് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള മൺപാത്രങ്ങൾ എങ്ങനെ സീസൺ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഏത് പാത്രമാണെങ്കിലും ചട്ടിയാണെങ്കിലും കലമാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ സീസൺ ചെയ്തെടുത്താൽ മതിയാകും. ഇത് നല്ല ഭംഗിയുള്ള കുറച്ച് കപ്പുകളാണ്. ഇതും മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ നല്ലൊരു ആകർഷണമായിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിനെനിക്ക് വന്നത് 50 രൂപയാണ് കേട്ടോ. ഓരോ കപ്പിനും 50 രൂപ വെച്ചാണ് വാങ്ങിച്ചത് അവർ. നമ്മളുടെ പുട്ടുകുടത്തിന് ആയത് 300 രൂപയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതൊരു കലമാണ്. ഇത് ഞാൻ ആ ഒരു പുട്ടുകുടം വാങ്ങിച്ച കൂടെ തന്നെ വാങ്ങിച്ചതാണ്. നമുക്ക് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ കളറ് കറുത്തതാണ്. അവർ തന്നെ ഇത് നല്ല രീതിയിൽ കയർപ്പിച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രം വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ മൺപാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിലുള്ള പാത്രങ്ങൾ, കറുത്ത നിറത്തിലുള്ള പാത്രങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ സീസൺ ചെയ്യാനും പിന്നെ തുടർന്നുള്ള ഉപയോഗങ്ങൾക്കും നല്ലത് ഈ കറുത്ത നിറത്തിലുള്ള പാത്രങ്ങൾ വാങ്ങിക്കുവാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഇതിനകത്ത് നല്ല രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയാണ്. ചോറൊക്കെ വെച്ച് നോക്കിയോളൂ, നല്ല ടേസ്റ്റാണ്. മൺപാത്രങ്ങളിൽ വെക്കുന്നതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ട്. നമ്മളുടെ ഗ്യാസ് ആണെങ്കിലും അധികം ചിലവാകത്തില്ല. ആദ്യമേ ഒന്ന് ചൂടായി കിട്ടുന്ന ആ തിളയ്ക്കുന്ന പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ അതങ്ങ് അവിടെ കിടന്ന് തന്നെ സിമ്മിലിട്ട് കൊടുത്താൽ തന്നെ വെന്തോളും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്തത് ഇതുപോലെ എണ്ണ തടവി, നല്ല രീതിയിൽ എണ്ണ തടവി വെക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പാത്രങ്ങളിലെല്ലാം, മേടിച്ച മൺപാത്രങ്ങളിലെല്ലാം ഞാനിങ്ങനെ എണ്ണ തടവി വെക്കുന്നുണ്ട്. കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൺപാത്രങ്ങൾ വാങ്ങിക്കുമ്പം കുറച്ച് വെയിറ്റുള്ള രീതിയിലുള്ള മൺപാത്രങ്ങൾ എടുക്കുക. ഇപ്പോൾ ഒരു ചട്ടിയാണെങ്കിൽ പോലും വെയിറ്റ് കുറഞ്ഞതും കാണും, വെയിറ്റ് കൂടിയതും കാണും. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം. നല്ല കുറച്ച് കനമുള്ള രീതിയിലുള്ള ചട്ടികൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെക്കുമ്പം അല്ലെങ്കിൽ വേഗം തന്നെ വിണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തെ അത് ഓരോരുത്തരുടെയും നമുക്കറിയാം, നമ്മൾ നോക്കുമ്പോൾ അറിയാം. അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കുറച്ച് വെയിറ്റുള്ള ചട്ടി വേണം, കുറച്ച് വെയിറ്റും കുറച്ച് കനവും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചട്ടി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഏതാണെങ്കിലും അത് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെക്കുന്നതിനാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എണ്ണയെല്ലാം തടവി വെയിലത്ത് വെക്കുന്നുണ്ട്. ഇത് ആ ഒരു എണ്ണ നമുക്ക് നല്ല രീതിയിൽ അബ്സോർബായി നമ്മളുടെ പാത്രത്തിലേക്ക് പിടിക്കുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. അതുവരെയും നമുക്ക് വെയിലത്ത് വെക്കണം കേട്ടോ. നല്ല വെയിലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ അബ്സോർബായി കിട്ടണം ഈ എണ്ണ. അങ്ങനെ ഞാൻ ഈ ഒരു പാത്രം 2-3 തവണ ഞാനിങ്ങനെ വെയിലത്ത് വെച്ചു കേട്ടോ. എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം കഴിയുന്നതേ അതങ്ങോട്ട് അബ്സോർബായി പോകും. അതിനുശേഷം വീണ്ടും ഞാൻ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ഒരു 3 വട്ടം ഞാൻ ഇതുപോലെ എണ്ണ തടവി നല്ല രീതിയിൽ ചൂടാക്കിയെടുത്തേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ആ മൺപാത്രത്തിനെ ഒന്ന് കരിക്കുക എന്നുള്ളതാണ് കേട്ടോ.
ഇത് പണ്ട് അമ്മമാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മച്ചി ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത്. അതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം വിറകടുപ്പില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. വിറകടുപ്പുള്ളവർക്ക് അതിൽ വെച്ച് കൊടുക്കാം. തീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. വളരെ വലിയ തീ അങ്ങ് ഇട്ട് കൊടുക്കരുത്. അപ്പം ഞാൻ ഇതുപോലെ 2 ചിരട്ട ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ കത്തിച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് അടുപ്പില്ലാത്തവരൊക്കെ പിന്നെ പുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം. ഇത് കുറച്ചും കൂടി നമ്മളുടെ ചട്ടിക്ക് നല്ല ഈട് തരാനായിട്ട് സഹായിക്കും കേട്ടോ. നമ്മളുടെ ചട്ടി കുറച്ച് നാളും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. അപ്പം ഞാൻ ചിരട്ട നല്ല രീതിയിലൊന്ന് തീ പിടിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ പാത്രങ്ങൾ ഓരോന്നായിട്ട് അതിൻ്റെ ആ ഒരു തീയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയാകും. നല്ല ചൂട് അതിനകത്ത് കിട്ടണം. പിന്നെ ഒത്തിരി നല്ല ഹൈ ചൂടല്ലല്ലോ, നമ്മൾ ആ ഒരു ചിരട്ട കത്തുമ്പം കിട്ടുന്ന ചൂടാണ് ഇതിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു ചട്ടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ എല്ലാ പാത്രങ്ങളും, നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പാത്രങ്ങളും ഇതുപോലെ നമുക്കൊന്ന് അതിൻ്റെ ഒരു ബാക്ക് വശം നമുക്കൊന്ന് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ പാത്രമെല്ലാം ഞാൻ അതിൻ്റെ ചൂട് ഭാഗം കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മതിയാകും. കണ്ടോ, നല്ല രീതിയിൽ കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ ആ കരിയൊക്കെ ഒന്ന് കഴുകി കളയാം. അതിനുശേഷം നമുക്ക് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മുക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഈ പാത്രത്തിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചാലും മതിയാകും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഒരു ദിവസം ഫുള്ളും നമ്മൾ ഇതുപോലെ അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുക, സൂക്ഷിക്കുക. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിനകത്ത് മുക്കി വെക്കുവാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഈ ഒരു പാത്രം ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മളുടെ പുട്ടിൻ്റെ ആ ഒരു കുറ്റി ഉണ്ടല്ലോ അത് ഇറക്കി വെക്കുവാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. നമ്മൾ തലേദിവസം ഈ പാത്രത്തിൽ നിറച്ച് വെച്ച വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇതുപോലെ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ വെള്ളം വെട്ടി തിളയ്ക്കണം കേട്ടോ. അതിനകത്തേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറുത്ത മൺപാത്രങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ പോലും നമ്മളുടെ മൺപാത്രങ്ങൾ നല്ല രീതിയിൽ മയങ്ങി കിട്ടും. അപ്പോൾ നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളുടെ പുട്ടുകുറ്റിയും കൂടെ നമുക്ക് ഇതുപോലെ അതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാവേ. അപ്പോൾ പുട്ടുകുറ്റി നമുക്ക് ഈ ഒരു രീതിയിൽ കൂടെ തന്നെ മയക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ചായപ്പൊടി നല്ല രീതിയിൽ നമ്മളുടെ മൺപാത്രങ്ങൾ മയക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തത്. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളം തന്നെ ഈ ചായയുടെ വെള്ളം തന്നെ നമുക്ക് നമ്മളുടെ മൺകുടവും വൃത്തിയാക്കാനായിട്ട്, നമ്മളുടെ സീസൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി ആ പുട്ടുകുറ്റിയുടെ ചില്ലും അതിൻ്റെ അടപ്പും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പുട്ടുകുറ്റിയുടെ എല്ലാ പാർട്സും ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ച് വരട്ടെ. ഒരു 20 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇതിനകത്ത് ഞാൻ ഈ ഒരു മൺപാത്രം വൃത്തിയാക്കുന്നത് നമ്മളുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതുപയോഗിച്ചാണേ. അതുപയോഗിച്ച് നമുക്ക് സീസൺ ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ചായപ്പൊടി അല്ലെങ്കിൽ ചായ തിളപ്പിക്കുന്ന ആ ഒരു രീതിയിലല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് കൂടുതലും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ സാധാരണ മൺപാത്രം ഉണ്ടല്ലോ, അതായത് കരിക്കാതെ കിട്ടുന്ന മൺപാത്രം ഉണ്ടല്ലോ, അതിനായിരിക്കും ഈ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ ഇഫക്റ്റ് ആകുന്നത്. അപ്പം ഇതുപോലെ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഞ്ഞിവെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിനകത്ത് വെച്ചിട്ട്, ഈ മൺപാത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചു കേട്ടോ. അത്രയും സമയം മതിയാകും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മളുടെ ചട്ടികൾ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുതേ. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. പുട്ടുകുടവും ഞാൻ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതായത് നമ്മളുടെ ചായവെള്ളം ഒഴിച്ചാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ എൻ്റെ ഒരു ചട്ടി വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഈ ചായവെള്ളം ഒഴിച്ച് തന്നെ സീസൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, കറുപ്പിച്ച മൺപാത്രങ്ങളാണ് അതിന് കൂടുതലും നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള മൺപാത്രങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടന്നതിന് ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ സീസൺ ചെയ്തെടുത്താൽ മതിയാകും. മണ്ണിൻ്റെ ചുവയൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇത് തിളച്ച് വരട്ടെ കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യാറുണ്ടല്ലോ. അപ്പം കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാനിതാ രാവിലെ ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളം. അതിനുശേഷം വൈകുന്നേരം നമുക്കത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ നമ്മുടെ പാത്രം സീസൺ ചെയ്യാനായിട്ട് സഹായിക്കും. അത് ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മതിയാകും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളുടെ പാത്രം സീസണായി കിട്ടുകയും ചെയ്യും, മൺപാത്രങ്ങൾ. അപ്പോൾ നമ്മളുടെ പാത്രങ്ങളെല്ലാം ഇവിടെ സീസണാക്കി വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈർപ്പമെല്ലാം നല്ല ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി വയ്ക്കാവേ. ഇത് നമ്മുടെ മൺപാത്രങ്ങളിലുണ്ടാകുന്ന ചെറിയ ചെറിയ പൂപ്പലുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുമ്പം സഹായിക്കും. നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. നല്ല ഉണങ്ങിയ പാത്രമായിരിക്കും വേണ്ടിയിട്ട് എണ്ണ തടവാനായിട്ട് എടുത്ത് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുതേ. ഷെയർ ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ചാനലൊക്കെ വളരത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.